ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് സമയം കളയണ്ട. ഈസ്റ്റ് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന തരിയില്ലാത്ത പൊടിച്ച അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അതാണ് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഈ അപ്പത്തിന് വേണ്ട മാവ് റെഡിയാക്കണം. ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് പൊടികൾ കട്ട പിടിച്ച് കിടക്കാതിരിക്കാനാണ് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാതെ നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറും ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈസ്റ്റ് ചേർക്കാതെയാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് തൈരും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്. തൈരിന്റെ ഒരു ടേസ്റ്റും അപ്പത്തിൽ ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്തു. ഇനി കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അരച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അവസാനം ചേർക്കുന്നത് ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പോട് കൂടി ആണ് തേങ്ങ കിടക്കേണ്ടത്. അപ്പം നമ്മൾ അപ്പം കഴിക്കുമ്പം അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് തേങ്ങ കഴിക്കാൻ കിട്ടുമ്പോൾ കേട്ടോ. അപ്പം ലാസ്റ്റ് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലുള്ള മാവായിരിക്കണം. ഒത്തിരി ലൂസായി പോരുത് കേട്ടോ. ഏകദേശം ഒരു ദോശമാവിന്റെ ആ ഒരു പരുവത്തിലുള്ള മാവ്. ഓക്കെ, ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, അത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ സോഡ ചേർക്കാം. സോഡയുടെ അളവ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ പോലൊരു ടേസ്റ്റ് വരും. മാക്സിമം 1/2 ടീസ്പൂൺ അത്രേ ചേർക്കാവുള്ളൂ. അപ്പോൾ സോഡ എപ്പോഴും ചേർക്കുന്നതിന് മുന്നേ ഒരു അല്പം വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, കാരണം ബേക്കിംഗ് സോഡയും തൈരും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കണം. സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പാനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. കാസ്റ്റ് അയണിലാണെങ്കിൽ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം 1-2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് അതിനകത്ത് മുകളിൽ പെട്ടെന്ന് തന്നെ കുമിളകൾ വരും. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. പിന്നെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ അപ്പം കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, കണ്ടോ. ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലും നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവിന് ഇത്രയും നമ്മൾ എടുത്ത മാവിന് ഏകദേശം ഒരു 12 അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.